ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. കുറേ നാളുകൾ കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫുൾ ഡേ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതുവരെ എപ്പോഴും വ്ളോഗ് ഇടുമ്പോഴത്തേക്കും ഒരു ഈവനിങ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു നൂൺ ടു ഈവനിങ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോർണിംഗ് റൊട്ടീനൊക്കെ കാണിച്ചിട്ടുള്ള അത്തരത്തിലുള്ള വ്ളോഗുകൾ ഇടാറുണ്ട്. സോ അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിൽ ചെന്ന് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മുടെ മോർണിംഗ് റുട്ടീൻ ആ ഒരു സെഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 5:30 ആയപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം ഒരു വ്ളോഗ് ആക്കിയേക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കിച്ചണിൽ ഞാൻ പറഞ്ഞല്ലോ 5 മണിയായപ്പോൾ ചെന്നാണ്, പക്ഷേ ഒരു 5:30 തൊട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ കാപ്പിക്ക് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അതേപോലെ എനിക്കിന്ന് കോളേജിൽ പോകേണ്ട ഒരു ദിവസമാണ്, പക്ഷേ ഫുഡ് കൊണ്ടുപോകണ്ട, കാരണം നമ്മളിന്ന് അവിടുന്ന് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി ഞാനും മിസ്സും ചേച്ചിയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും നമുക്ക് വെളിയിൽ പോയി കഴിച്ചാലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ജൂണിൽ തൊട്ട് നമുക്ക് കറക്റ്റായിട്ട് അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യണമല്ലോ. അതേപോലെ നമ്മൾ 8:30 to 2:30 നമ്മുടെ കറക്റ്റ് ടൈമിംഗ് ഒക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് മെയ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. സോ സാധാരണ ചോറ് കൊണ്ടുപോകുന്ന ദിവസത്തെ പോലെ അത്ര തിരക്കിട്ട് പണി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും ഞാൻ തോരനുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അത്യാവശ്യം ഒന്ന് ജോലികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി കറി വെക്കാനുള്ളതൊക്കെ അമ്മ നോക്കിക്കോളും. അപ്പോൾ പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് വന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് കോളേജിൽ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ തല കഴുകാറില്ല കേട്ടോ, ജസ്റ്റ് മേല് കഴുകിയിട്ടാണ് പോവാറ്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാനിപ്പം എണ്ണ വെച്ച് ഷാമ്പു ചെയ്ത് കുളിക്കുന്നത്. പക്ഷേ എണ്ണ വെക്കുന്നത് മിക്കവാറും വൈകുന്നേരങ്ങളിലൊക്കെയാണ്, കാരണം അതാകുമ്പോൾ നമുക്ക് കുറച്ച് നേരം എണ്ണ വെച്ച് തലയിൽ വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കുമാണ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയുന്നത്. പിന്നെ മുമ്പൊക്കെ ഞാൻ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ തല നിറയെ എണ്ണ വെച്ച് അങ്ങനെ ഡെയിലി തല നിറയെ എണ്ണ വെച്ച് കുളിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചുകൂടി ഒരു സ്കിൻ കെയറിൻ്റെയും അതേപോലെ ഹെയർ കെയറിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ട് എൻ്റെ റുട്ടീനിലൊക്കെ ആ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹെയർ കെയറിൽ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഒത്തിരി എണ്ണ വെച്ച് ഇങ്ങനെ ഡെയിലി കുളിക്കുമ്പം മുടി അത്യാവശ്യം ഉള്ളത് കൊണ്ട് മുടി ഉണങ്ങാനും പാടാണ്, എന്നിട്ട് മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എണ്ണ വെക്കുന്നതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളില്ല. പിന്നെ എനിക്ക് ഇടയ്ക്കൊരു PSCയുടെ കൺഫർമേഷൻ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായി കൺഫർമേഷൻ വന്നിട്ട്, പക്ഷേ ഞാൻ പലപ്പോഴും അത് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പോണതിന് മുന്നേ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ലാപ്ടോപ്പ് കോളേജിൽ കൊണ്ടുപോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇനിയും മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതങ്ങ് ചെയ്തിട്ട് പോയി. പിന്നെ അതേപോലെ സ്കിൻ കെയറിൻ്റെ ഒരു ഇതിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, ഒരുപാട് സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഒത്തിരി ആയി ശരിക്കും പ്രോപ്പർ സ്കിൻ കെയർ ചെയ്തിട്ട്. എന്നാലും എപ്പോഴും ഞാനൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാറുണ്ടോ. സത്യം പറഞ്ഞാൽ അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇനി മുന്നോട്ട് എനിക്ക് എൻ്റെ സ്കിൻ കെയറിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് മെച്ചപ്പെടുത്തണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ്സ് തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കോളേജിൽ എത്തിയിട്ടുണ്ട്. കോളേജ് ഇപ്പോൾ ഒരു ആരുമില്ലാത്ത അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. പിള്ളേരില്ലാത്തൊരു മാസമായതുകൊണ്ട് തന്നെ ഡിഗ്രിയിൽ കുട്ടികൾക്ക് എക്സാമാണ്, 6th സെമ്മിൻ്റെ ഒക്കെ എക്സാമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എക്സാമുള്ള ദിവസമേ വരുള്ളൂ. അപ്പോൾ ആകെ ഒരു ഭയങ്കര സൈലൻ്റാണ് കോളേജ്. അല്ലാത്തപ്പോൾ പോകുന്ന പോലെ അല്ല ഏപ്രിൽ മെയ് മാസം. പിന്നെ ഇതിവിടെ ഈ കസേരയും ബെഞ്ചും ഒക്കെ വെളിയിൽ കിടക്കുന്നത് നമ്മുടെ കോളേജ് നീറ്റ് എക്സാമിൻ്റെ സെൻറ്റർ ആയിരുന്നേ. അതൊരു 1 വീക്ക് മുമ്പാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ കോളേജിൽ വന്നപ്പോഴത്തേക്കും മിസ്സ് കുറേ മൾബറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോണ വഴി അവിടെ ഒരു പറമ്പ് പോലത്തെ വെച്ചാൽ റോഡിൻ്റെ സൈഡ് തന്നെയാണ്. അവിടെ ഇതേപോലെ ഒരു മൾബറിയുടെ മരം നിൽക്കുന്നുണ്ട്. അതിൽ നിറയെ മൾബറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അങ്ങ് വരുമ്പോൾ തന്നെ അത് നല്ല ബ്ലാക്ക് കളറിൽ നിൽക്കുന്ന കാണാം. പക്ഷേ ഇറങ്ങി പറിക്കാറൊന്നുമില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും ആട്ടേന്ന് വിചാരിച്ച് ഇനി ഇറങ്ങി നിന്ന സമയമൊക്കെ പോകുമല്ലോ എന്ന് ഓർത്ത് വണ്ടി വിട്ട് പോകും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ മിസ്സിനോട് പറയുമ്പോൾ മിസ്സ് പറഞ്ഞു, അയ്യോ വീട്ടിൽ എന്തോരം മൾബറി ഉള്ളത്, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എൻ്റെ ഒരു കണ്ണാടി ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആക്ച്വലി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നുള്ള ഇടയ്ക്ക് ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് പറയാൻ പറ്റിയില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ നാളുകളായിട്ട് ഒരു 3-4 വീക്സായിട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ആദ്യം അത് സൈനസൈറ്റിസിൻ്റെ ആണെന്നുള്ള രീതിയിൽ 1-2 ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അങ്ങനെ ഇരുന്നു. അതിനുശേഷം നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു മൈഗ്രെയിൻ്റെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്, അപ്പോൾ ബാക്കി ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക, കണ്ണൊന്ന് നോക്കിയേക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തു, കണ്ണ് നോക്കിയിട്ടൊന്നും ഒരു കുഴപ്പമില്ല, കണ്ണിന് വേറെ പവറിൻ്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ അവരെ അങ്ങോട്ട് നിർബന്ധിച്ചു
ചോദിച്ചു എനിക്കൊരു ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് വേണം, കാരണം ഇങ്ങനെ ലാപ്ടോപ്പിലൊക്കെ ഇത്രയും സമയം യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ആൻറ്റി ഗ്ലെയർ വെക്കുന്നതാണ് നല്ലത്. ഇപ്പം ലാപ്ടോപ്പ് ആ ഒരു സ്ക്രീൻ ടൈം ഉണ്ട്, പിന്നെ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴൊരു ഗ്ലാസ് വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് നിർബന്ധിച്ചു. ഇപ്പോൾ നിർബന്ധിക്കേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി, കാരണം ഈ ഗ്ലാസ് വാങ്ങിച്ചതിന് ഒരു 2500 ആയിട്ടോ. പക്ഷേ എങ്ങനെയുണ്ട് ഗ്ലാസ് വെച്ചിട്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് മാത്രമല്ല, ഞാനിത് പെട്ടെന്ന് എടുത്തൊരു ക്വിക്ക് ഡിസിഷനായിരുന്നു. അതായത് കണ്ണിൻ്റെ പവർ നോക്കി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനും ഏട്ടനും ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആൻറ്റി ഗ്ലെയർ വാങ്ങണമെന്നുണ്ട്, സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു തോട്ട്, ഓക്കെ ഇത് അത്ര ആവശ്യമായിരുന്നോ, ഇത്രയും വലിയൊരു എമൗണ്ട് ഇപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു, ഇൻവെസ്റ്റ് അല്ല അത് കൊടുത്ത് കഴിഞ്ഞല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ആരോഗ്യമാണല്ലോ എല്ലാത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ കണ്ണിന് ഒരു ലോങ് ടേം ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സ്പെക്സ് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ഒരു സ്ക്രീനിൻ്റെ ഒരു റേഡിയേഷനിൽ നിന്നൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല, ആ ഒരു പൈസ അങ്ങ് പൊട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കുറച്ച് പൈസ കൂടുതലായി കേട്ടോ. സാധാരണ ഇതിന് ഇത്രയും പൈസ ആവില്ല, ഒരു 2000 ഉള്ളിൽ ഇത് കിട്ടുമെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. ഇതിങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവർ അത്രയും കൂടുതൽ വാങ്ങുമല്ലോ. അപ്പോൾ ഞാൻ രണ്ടാമത് ചിന്തിച്ചൊരു കാര്യം, ഓക്കെ അവിടെ പവറിന് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെന്താണ്, വേറൊരു ഈ ഗ്ലാസ് കിട്ടുന്ന ഒരു നല്ല ഷോപ്പിൽ നിന്ന് പോയി ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നു. അവിടെ തന്നെ എടുക്കേണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, എന്തായാലും പോട്ടെ, അതെന്തായാലും വാങ്ങിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ ആ ഒരു ഹോട്ടലിലെത്തി. ഇത് അവിടുത്തെ നല്ല ഒരു അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്, മറ്റത്തിൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ കഴിച്ചത് ഒരു വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, നമ്മൾ 3 പേരും പൊറോട്ട കഴിച്ചു. അതിനൊപ്പം കറിയായിട്ട് നമ്മൾ ചില്ലി ചിക്കനും പിന്നെ മഷ്റൂം കറിയായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ലാസ്റ്റ് ഒരു ഐസ്ക്രീം ചേച്ചിയുടെ ചിലവാണ് കേട്ടോ, ചേച്ചിയുടെ വകയാണ്. ബാക്കി ഫുഡ് നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. പക്ഷേ ഐസ്ക്രീം ചേച്ചി ലാസ്റ്റ് എന്തെങ്കിലും ഒരു ഐസ്ക്രീം നമുക്ക് കഴിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഓഫർ ചെയ്ത് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതേ വീട്ടിൽ വന്ന് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അലക്കാൻ വാഷിംഗ് മെഷീനിലിട്ടിട്ട് നേരെ വാവയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോന്നു. വൈകുന്നേരം അവന് ഞാൻ ഏത്തപ്പഴമാണ് കേട്ടോ പുഴുങ്ങി കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഏത്തപ്പഴത്തിനകത്ത് മീൻസ് നെയ്യായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കും. പക്ഷെ എന്നാലും യൂഷ്വലി എപ്പോഴും ഏത്തപ്പഴം പുഴുങ്ങിയാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവനെ ഒന്ന് മേലൊക്കെ കഴിപ്പിച്ചിട്ട് ഉറക്കും. പിന്നെ ഞാൻ വന്നപ്പോഴേ ഒന്ന് മേലെ കഴിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇപ്പം ഓയിലിങ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ ഈ തലയിൽ നല്ലോണം ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഓയിൽ തേക്കാത്ത ദിവസമാണെങ്കിൽ നേരെ പോയിട്ട് ഫ്രഷ് ആയിട്ടാണ് പിന്നെ ബാക്കി വരുന്നത്. കാരണം അത്രയും ദൂരെ നിന്നൊക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനെ പൊടിയൊക്കെ അടിച്ച് വരുന്നത് കൊണ്ട് അവനെ അപ്പോഴേ വന്ന് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഒന്ന് ഫ്രഷ് ആയിട്ടാണ് അവനെ എടുക്കാൻ വരാറ്. അപ്പോൾ അതിനുശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു. കാരണം ഇന്ന് ഹെയർ ഓയിലിങ് ചെയ്തില്ലാത്തത് കൊണ്ട് തന്നെ മുടി നല്ല ഉണങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മൊത്തം ഒന്ന് കെട്ടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഈ മഴക്കാലം കൂടെ ആയതുകൊണ്ട് എപ്പോഴും പുളിയില വീഴും. അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ട് പോവും. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് അടിച്ച് പിന്നെ അതേപോലെ ഒന്ന് തുടച്ചെടുക്കുവാണ്. ഈ തുടയ്ക്കുന്ന സാധനം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, സാധാരണ ഇവിടെ തുടയ്ക്കുന്നതുണ്ട്, പക്ഷേ ഇവിടെ തുടയ്ക്കുന്ന ആ ഒരു മോപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ബക്കറ്റും ഒക്കെ ആയിട്ട് എപ്പോഴും നടക്കണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു സിറ്റ് ഔട്ട് ഒന്ന് തുടച്ച് പോകണമെങ്കിൽ ഈ ബക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വേസ്റ്റ് തുണികളൊക്കെ വെച്ചിട്ട്, നല്ല കോട്ടനൊക്കെ വരുന്ന വേസ്റ്റ് തുണി വെച്ചിട്ട്, ഈ കമ്പുണ്ടല്ലോ, ഈ കമ്പ് നമ്മുടെ ചൂലുണ്ടല്ലോ, പ്ലാസ്റ്റിക് ചൂല്, അതിൻ്റെ കമ്പാണ് കേട്ടോ, അതിങ്ങനെ പൊട്ടിപ്പോയതായിരുന്നു. അപ്പോൾ ആ ചൂലിൻ്റെ ഭാഗത്ത് ഞാനിത് ഒരു കണക്കിൽ അറേഞ്ച് ചെയ്ത് വെച്ച് എന്തായാലും അത് സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചാകുമ്പോൾ നമുക്കതൊന്ന് നനച്ചിട്ട് പെട്ടെന്ന് ഇവിടെ ഒന്ന് തുടച്ച് പോകാം. അല്ലാതെ ഫുള്ള് ഹോളും നമ്മുടെ റൂമും എല്ലാം ഉൾപ്പെടെ തുടയ്ക്കുന്ന സമയത്ത് എപ്പോഴും മോപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം തുണി, ഞാൻ അലക്കാനിട്ട തുണിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വിരിച്ചു. ബാക്കി കുറച്ച് തുണി മടക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ പണികളിലേക്ക് കിടക്കണം. ഇപ്പോഴും പണി തന്നെയായിരുന്നു, എന്നാലും ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പണി വരാൻ പോകുന്നത്. ഇപ്പോഴും വാവേ ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഇനി എന്തായാലും ഒരു 7:30 വരെ ഉറങ്ങും. ഇനിയിപ്പോൾ എനിക്ക് എൻട്രിയുടെ ക്ലാസ് അത്യാവശ്യമായിട്ട് തീർത്ത് കൊടുക്കേണ്ട കുറച്ചുണ്ട്. അതായത് റെയിൽവേയുടെ RRBയുടെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു, ഫിസിക്സ്. അതിൽ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തു. ബയോളജിയുടെ കുറച്ച് ടോപ്പിക്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചെയ്യുമെന്ന് വെച്ചാൽ അതും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ അതിൻ്റെ കൂടെ ഫിസിക്സ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അപ്പോൾ തന്നെ പാരലായിട്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ലാഗായി. പക്ഷേ ഇനിയിപ്പം ജൂണിൽ എക്സാം ആണല്ലോ, അപ്പോൾ അവർ പെട്ടെന്ന് തീർത്ത് തരാമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം തന്നെ ഒരു 2 ക്ലാസ് എടുത്താലേ ഇനി അങ്ങോട്ട് തീർന്നു പോകത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം 2 ക്ലാസ് എടുക്കണമെങ്കിൽ കുറച്ചധികം നോട്ട്സ് കൂടെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട് പ്രിപ്പറേഷനാണ് കേട്ടോ ഇപ്പോൾ. ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ അവനെ എണീക്കുന്നവരെ ഒരു 7:30 ഒക്കെ വരെ ഇരുന്ന് നോട്ടെല്ലാം സെറ്റ് ചെയ്യും. എന്നിട്ട് അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കും. പിന്നെ ഞാൻ ഫുഡ് കഴിക്കും. എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും എടുത്ത് അവനെ ആക്കിയിട്ട് വന്ന് ക്ലാസ് എടുക്കും. അപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ മിക്കവാറും വരുമ്പോഴത്തേക്കും ഒരു 9 മണിയൊക്കെ ആവും. എന്നിട്ട് പിന്നെ ഒരു 9 to 10 ഒരു ക്ലാസ് എടുക്കും. അതിനുശേഷം പിന്നെ അവനെ താഴേന്ന് കൊണ്ടുവന്ന് പിന്നെ അവനെ ഉറക്കും. പിന്നെ അവൻ ഉറങ്ങിക്കഴിയുമ്പം ചിലപ്പോൾ ഞാൻ പോയി എന്തെങ്കിലും ബാക്കിയുള്ള കാര്യം ചെയ്യും. പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ കിടന്ന് ഉറങ്ങി പോകാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ദേ അവനുള്ള ആ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മുട്ടച്ചോറ് പോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം, എങ്ങനെയാണ് ഇത് വാവയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളത്. അതേപോലെ അവന് കുടിക്കാനുള്ള വെള്ളം ഞാൻ കുറച്ച്, നമുക്ക് ഓൾറെഡി തിളപ്പിച്ച വെള്ളമുണ്ട്, ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഇവിടെ ദേ നാളത്തേക്കുള്ള അപ്പത്തിനുള്ളത് അരച്ച് വെച്ചിട്ടുണ്ട്. അച്ഛനാണ് കേട്ടോ ഇവിടെ അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ മാവ് അരച്ചൊക്കെ വെക്കും. നമ്മൾ പിന്നെ രാവിലെ എണീറ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ കാര്യം സിമ്പിളാണ് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴുകി വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ചിലപ്പോൾ ഉണ്ടല്ലോ, നേരത്തെയൊക്കെ എനിക്ക് ചെറിയൊരു സങ്കടം തോന്നുമായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ സാധാരണ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരിപ്പോൾ ഒക്കെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ കോളേജിലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് വൈകുന്നേരം കുറച്ച് സമയം ഇനി കോളേജിലേക്ക് പിറ്റേ ദിവസം നോക്കാനുള്ളതൊക്കെ നോക്കിയാലും നമുക്ക് കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കുവോ, ഒരു TV കാണുവോ, അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിരിക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പറ്റാറില്ല. ഞാൻ വന്നാലും ബാക്കി എൻട്രിയുടെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എൻ്റെ PSC ക്ലൈംബറിൻ്റെ, അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഒക്കെ ഒരു വിഷമം തോന്നും. ഞാനൊരു എന്നുവെച്ചാൽ ഒരു കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ അതിങ്ങനെ കുറേ നാളായി കഴിയുമ്പോഴത്തേക്കും ദാറ്റ്സ് ഓക്കെ. പിന്നെ അതിൻ്റെ എന്താ പറയുക, അത്രയും കഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് അപ്പുറത്തൊരു സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്നുണ്ട്. യൂട്യൂബ് ചാനലാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മടി പിടിച്ച് ഫോണിലൊക്കെ കളിച്ച് അല്ലെങ്കിൽ TV ഒക്കെ കണ്ട് കിടക്കുന്നതിലും ഭേദം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളത്. കാരണം നമ്മൾ പറയില്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നോ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ നമുക്ക് തോന്നും. നമ്മൾ മടി പിടിച്ച് ഫോണിൽ കളിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ തോന്നും. ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയില്ല, അതായത് ഏത് അവസ്ഥയിലാണോ ബോഡി സ്ഥിതി ചെയ്യുന്നത് ആ അവസ്ഥ കണ്ടിന്യൂ ചെയ്യാനാണ് ബോഡിക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ എപ്പോഴും റെസിസ്റ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്ത് എണീറ്റ് വരിക എന്നുള്ളതാണ് കാര്യം. പിന്നെ ഉണ്ടല്ലോ, ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഒരു സിനിമ കാണുമോ അല്ലെങ്കിൽ കുറച്ച് സമയം വെറുതെ കിടക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഒരു മാസം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. ഒരു 4-5 ദിവസമേ മാക്സിമം ഉണ്ടാവാറുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്കിപ്പോൾ എൻട്രിയിൽ ക്ലാസ് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. എനിക്ക് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മടുപ്പാണ് എന്ന് വിചാരിച്ചാൽ പോലും ഞാൻ എന്നെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലാണ്, ആ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ആ സിറ്റുവേഷൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാവേനെ ഉറക്കും. ആ കൂടെ ഉറങ്ങിപ്പോവും. കാരണം ക്ലാസ് എടുക്കാൻ ഞാൻ വന്നിരുന്നപ്പോൾ 9:30 ആയി. ഇനി ക്ലാസ് കഴിഞ്ഞ് എണീക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10:45, 11 ആവും. കാരണം ഇതൊരു 45 മിനിറ്റിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ എന്തായാലും നേരെ കിടക്കുമായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.